ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്വാതി വെള്ളത്തിൽ കിടന്ന് അറുമാദിക്കുക. നേഹ നോക്കി നിൽക്കുമ്പോൾ നേഹ എന്നാലും എന്ത് നോക്കി നിൽക്കുക, താനും ഇറങ്ങടോ എന്നും പറഞ്ഞിട്ട് ആ പെണ്ണിനെ ഉന്തി തള്ളി വിട്ടു. അങ്ങനെ രണ്ടുപേരും കൂടെ ആ വെള്ളത്തിൽ കിടന്ന് തുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുവാണ് നമ്മുടെ ഇന്ദ്രൻ. അപ്പോൾ കമോൺ ബേബീസ്, ഇൻട്രസ്റ്റിംഗ് ഗെയിം, കളിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര തുള്ളലായി, ചാട്ടമായി, പാട്ടായി, ആട്ടമായി. സ്വാതിക്ക് ഒരു ക്ഷീണമില്ല, സ്വാതി കിടന്ന് ആടിക്കൊണ്ടേ ഇരിക്കുക. ഈ സമയത്താണെങ്കിലോ നേഹം അടുത്തിട്ട് കയറി വന്നു. നേഹ കയറി വന്ന് മടുത്തെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇന്ദ്രൻ നേഹയെ ഉന്തി തള്ളി പിന്നെയും വെള്ളത്തിലേക്ക് വിടുക. അങ്ങനെ വെള്ളത്തിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഇവനങ്ങനെ ഇറക്കുക. ഡാൻസ് ചെയ്ത് കടലിലേക്ക് ഇറങ്ങുന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് വീഡിയോയിൽ പിടിക്കുവാണ്. എന്നിട്ട് ഈ സ്വാതി ഇങ്ങനെ തിരമാലകൾക്കിടയിലേക്ക് ചെല്ലുക. അങ്ങനെ ചെന്നപ്പോഴത്തേക്കും സ്വാതി വീണു. പിന്നെ നേഹ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ നോക്കിയിട്ട് എഴുന്നേൽക്കുന്നില്ല. പക്ഷേ ഈ പെണ്ണന്നേരത്തിന് അവിടെ ഓടി അകത്തേക്ക് പോന്നു. അപ്പോഴേക്കും നമ്മുടെ സ്വാതി അവിടെ കിടക്കുക. അപ്പോൾ ഇതിന് കളിയെന്നല്ല പറയണത്, മരണവെപ്രാളം എന്ന് പറയുന്നത്. അപ്പോഴേക്കും ഇന്ദ്ര ഹെൽപ്പ് മീ എന്നും പറഞ്ഞ് കിടന്ന് ഇങ്ങനെ സ്വാതി കാറിക്കൊണ്ടിരിക്കുക. ചാവുന്നതിന് മുൻപ് എല്ലാവരും കാണിക്കുന്ന അല്ലെങ്കിൽ എങ്ങും എത്താതെ പോകുന്ന രക്ഷപ്പെടൽ ശ്രമമാണിതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തിരമാലകളിൽ കിടന്ന് ഇങ്ങനെ ജീവന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ സ്വാതി. അപ്പോഴത്തേക്കും പുറകിൽ നിന്ന് വന്ന ഒരൊറ്റ ചവിട്ടായിരുന്നു ഇന്ദ്രനിട്ട്. തൊട്ട് മുന്നിൽ നമ്മുടെ പല്ലവി ഓടി വന്ന് സ്വാതിയെ രക്ഷിക്കുക, വലിച്ച് പൊക്കിയെടുത്തു. അപ്പം നീ എന്നെ തല്ലാൻ നിൽക്കാതെ അവളെ പോയി രക്ഷിക്കടാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ സേതുവിനോട് പറയുമ്പോൾ ഇവനെ പിടിച്ചൊരു തള്ളും തള്ളി വെച്ചിട്ട് ഓടിച്ചെന്ന് സേതു കൂടെ പിടിച്ചു. പിന്നെ നേഹയും പിടിച്ചു വലിച്ച് ജന്തുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോഴത്തേക്ക് എന്നെ വിടെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് കാറലായി കൂവലായി. അപ്പോൾ ഇവരെ കണ്ടു. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ഡാൻസ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് മ്യൂസിക് പ്ലേ ചെയ്യാൻ പറഞ്ഞ് കിടന്ന് തുള്ളുക. അപ്പോൾ ഡാൻസ് നല്ല രസമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കളിക്കുമ്പോൾ നിങ്ങളൊക്കെ എന്തിനാ വന്നത്? നിങ്ങളൊക്കെ ആരാ? നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നും ചോദിച്ചുകൊണ്ട് ഈ സ്വാതി കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുക. എനിക്ക് ഡാൻസ് ചെയ്യണം പറഞ്ഞ സ്വഭാവത്തിലൊന്നും അല്ല. അപ്പോഴേക്ക് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കുക. അപ്പം എന്നെ വിടെന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് തുള്ളുക. പിന്നെ നമ്മുടെ സേതു കൂടെ തോളിൽ ചുമന്നെടുത്തുകൊണ്ട് പോവുകയാണ്. എന്തൊരു അസുഖം ഒന്ന് നോക്കണേ, ഇതുപോലെ തലതിരിഞ്ഞ് വരുത്തി എന്തിനു കൊണ്ടുപോകണാണോ എന്തോ. അങ്ങനെ സ്വാതിയെ പൊക്കി എടുത്തുകൊണ്ട് അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആശുപത്രിയിൽ ചെന്ന് ഓടുവാണ്. അതായത് സ്വാതി ഓടുക. തൊട്ട് മുന്നിൽ ഒരാൾ അവിടുത്തെ കമ്പൗണ്ടർ വന്ന് സ്വാതിയെ പിടിച്ചു നിർത്തി. അപ്പോൾ സ്വാതിക്ക് സംഭവിച്ചിരിക്കുന്നത് മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടുള്ള ഒരിതാണ്. എന്നിട്ട് അവിടെ കിടന്ന് അലറുക. സ്വാതി കിടന്ന് വലുവായിൽ ഒച്ചയെടുത്ത് അവിടെ ഉള്ളവരൊക്കെ ഇത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോഴത്തേക്കും ഡോക്ടർ ഇറങ്ങി വന്നു. സ്വാതി എന്നും പറഞ്ഞ് വിളിച്ചു. അപ്പോൾ സ്വാതി എന്ന് പറഞ്ഞു ഡോക്ടർ ഒന്ന് തൊട്ട് പോകരുതെന്നെ, തുടരുതെന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് എത്തുക. അപ്പോൾ ആരാ നിങ്ങളൊക്കെ? എനിക്ക് ആരെയും കാണണ്ട, നിങ്ങളൊക്കെ ആരാ? എനിക്ക് അയാൾ മതി, എനിക്ക് അയാളെ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ സ്വാതി അവിടെ ഉള്ളവരെല്ലാം കൂടെ പിടിച്ച് വലിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. അപ്പം തന്നെ ഒരു ഇഞ്ചക്ഷൻ വെച്ചു. അപ്പോഴത്തേക്കും മുതൽ മയങ്ങി വീണു. അങ്ങനെ മയങ്ങി വീണിട്ട് ഇങ്ങനെ അവരുടെ തോളിലേക്ക് ചാഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ സ്വാതിയെയും കൊണ്ട് അവിടുത്തെ നേഴ്സും സിസ്റ്ററും കമ്പൗണ്ടറൊക്കെ കൂടെ അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഡോക്ടർ ഇവരോട് രണ്ടുപേരോടുമായിട്ട് പറയുവാണ്, സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ മരുന്ന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നൊരു വ്യക്തി ആയിരുന്നെങ്കിൽ ആഴ്ചകളോ മാസങ്ങളോ വേണ്ടി വന്നേനെ രോഗത്തിൽ നിന്ന് മുക്തി നേടാനെന്നുള്ള കാര്യം പറയുവാട്ടോ ഡോക്ടർ. ആക്ച്വലി ആരാ ഇവരെയൊക്കെ ഇങ്ങനെ നശിപ്പിക്കുന്നേ? ഒരു ഗ്യാങ് ആണോ അതോ ഒരു വ്യക്തിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു വ്യക്തിയാണ് സർ. പക്ഷെ അയാൾ ഒരു ഗ്യാങ്ങിനേക്കാളും ശക്തനാണെന്നും അപകടകാരിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മൾ പലവി പറഞ്ഞു ഇവനൊക്കെ കൊന്നു കളയുകയാണ് വേണ്ടത്, ഇവനെ വെച്ചു വഴിക്കാൻ സമ്മതിക്കരുതെന്ന് ഡോക്ടർ ഇങ്ങനെ പറയാം. ഈ കുട്ടി നിങ്ങൾ കാരണം രക്ഷപ്പെട്ടു, അതിന് സാധിക്കാത്ത എത്രയോ പേര് സ്വന്തം ജീവിതം നഷ്ടപ്പെട്ട് എന്നേക്കുമായിട്ട് മാനസിക രോഗികളായിട്ട് മാറുന്നു എന്ന കാര്യമൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. മഹാവിപത്താണ് മയക്കുമരുന്ന്. എന്നിട്ടും എന്തുകൊണ്ട് അതിൻ്റെ തിന്മയെപ്പറ്റി നമ്മുടെ യുവജനങ്ങൾ അത്ര ബോധവാന്മാരല്ല എന്നൊക്കെ പറയുമ്പം എങ്ങനെയാകും ഡോക്ടർ? മുക്കിലും മൂലയിലും വലിയൊരു കൂട്ടം കാത്തിരിക്കൽ ഇന്ദ്രജിത്തിനെ പോലെയുള്ളവന്മാർ. ഡോക്ടർ പറഞ്ഞത് 100% ശരി. അപ്പോൾ അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് നമ്മുടെ ഡോക്ടർ പറഞ്ഞു. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ ചെന്ന് ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അമ്മ എടാ എന്നും പറഞ്ഞ് വിളിച്ചു വന്നു കേട്ടോ. അമ്മ എന്നെ ആരന്വേഷിച്ച് വന്നാലും ഞാനിവിടെ ഇല്ലെന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. എന്താടാ, എന്തു പറ്റി? അല്ലെങ്കിൽ വേണ്ട, ഞാനെന്തിനാ പേടിക്കുന്നത്? ഞാനൊന്നും ചെയ്യുന്നില്ല, ആവശ്യക്കാരാണ് എൻ്റെ അടുത്ത് വരുന്നത്, ആവശ്യക്കാർക്കുള്ളത് ഞാൻ കൊടുക്കുമെന്നും പറഞ്ഞിങ്ങനെ പറയാം. അതിന് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പം നീ എന്ത് കുഴപ്പമാണോ ഒപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് അമ്മ ചോദിക്കുമ്പം കുഴപ്പമോ? ഒരു കുഴപ്പമില്ല, അത് അമ്മയ്ക്ക് വഴി അമ്മയ്ക്ക് മനസ്സിലായിക്കോളും. ഒരന്തമില്ല കുന്തം ഇല്ലാതെ മിണ്ടു. എടാ എന്തൊക്കെയാണ് നീ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നതെന്ന് പറയടാന്ന് പറഞ്ഞ് തീർന്നില്ല. തൊട്ടടുത്ത നിമിഷം വീട്ടുമുറ്റത്ത് വണ്ടി വന്ന് നിന്നപ്പോൾ ഇന്ദ്രൻ ഇങ്ങനെ നോക്കുമ്പോൾ ആരാ? നമ്മുടെ സേതു വന്ന് ഇങ്ങനെ നെഞ്ചും വിരിച്ച് ഇവൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴേക്കും
ഓ നീ വന്നോ, നീ വരുമെന്ന് എനിക്ക് അറിയുമായിരുന്നു, എന്നാ വന്ന് പണി കഴിഞ്ഞിട്ട് പോടാ. ഒന്നോ രണ്ടോ ഡയലോഗ് പറയുന്നു, അത് നേരെ ഇടിയിലേക്ക് പോകണോ എന്ന് ചോദിക്കുക. ഒരു കൂളായിട്ട് ചെന്ന് ഇടിയല്ലേ ചെയ്ത് അവൻ്റെ നെഞ്ചുകൂട് നോക്കിയൊരു ചവിട്ടാ നമ്മുടെ സേതു വെച്ച് കൊടുത്തത്. അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ അമ്മ ഇതൊക്കെ കണ്ട് പേടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക. ഒറ്റ ചവിട്ടിനാവാൻ പോയി ഊഞ്ഞാക്കാട്ടിലെ കിടന്ന് ആടുവാണ്. ഓ അപ്പോൾ ആക്ഷനേ ഉള്ളൂ അല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവൻ നമ്മുടെ സേതുവിനെ കളിയാക്കിക്കൊണ്ട് നിൽക്കുന്നു. പിന്നെ നമ്മുടെ സേതു ചെന്നിട്ട് അവനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിക്ക് മേളിൽ കയറ്റി തിരിച്ചു പിടിച്ച സേതു ഇന്ദ്രൻ്റെ കൈ സേതു പിടിച്ച് ഓടിക്കുകയും ചെയ്തു. അപ്പോൾ വിറെന്നും പറഞ്ഞുകൊണ്ട് അമ്മ പുറകിൽ വന്നു. അമ്മയൊക്കെ പിടിച്ച് തള്ളുക സേതു. അപ്പോൾ തള്ളുണ്ടെങ്കിൽ ചാവുണ്ടെങ്കിൽ മാറിയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദ്രൻ. അപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് വിഷുവിന് ഓടി വന്നു. വിഷു മോനെ ഓടി മാടാ, വിഷു മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അമ്മ ഓടി ചെന്ന് വിഷുവിൻ്റെ കൈ പിടിക്കുക. സേതു അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവനെ ഭിത്തിയുടെ പകുതിക്ക് കയറ്റി നിർത്തിയിരിക്കുക കേട്ടോ. രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയുമായി. ആ സമയത്ത് അമ്മ ചെന്ന് വിഷുവിനോട് രക്ഷിക്കാൻ പറഞ്ഞു. ഇതിൻ്റെ കാരണം എന്താണെന്ന് അമ്മയ്ക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഇടപെടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നീ ഒന്നും ഒരു കാലത്ത് നന്നാവില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് വിശ്വനെ ചെന്ന് പറഞ്ഞിട്ട് തള്ള ഓടി ഇങ്ങോട്ടേക്ക് വന്നു മകനെ രക്ഷിക്കാനായിട്ട്. ലാസ്റ്റ് സേതുവിൻ്റെ പിടുത്തം മുറുകി. ഇന്ദ്രൻ ഇപ്പം ചാകും എന്നുള്ള ആ ഒരു ഇത് വന്നപ്പോഴത്തേക്കും സേതുവിൻ്റെ കഴുത്തിന് പിടിച്ചിരുന്ന കൈ ഇന്ദ്രൻ അങ്ങ് എടുത്തു. പിന്നെ അവന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും ഇതൊക്കെ ആയി. പിന്നെ കഴുത്തിന് പിടിച്ചിട്ട് അവൻ്റെ ബോധം വരെ കളഞ്ഞു നമ്മുടെ സേതു. അപ്പോഴത്തേക്കും പുള്ളിക്കാരി വന്ന് സേതുവിനെ പിടിച്ചു കിട്ടോ. എൻ്റെ പെങ്ങന്മാർക്കെതിരെ ഇനി എന്തെങ്കിലും നീ ചെയ്ത കൊന്നു കളയും നിന്നെ ഞാനെന്ന് സേതു പറയാം. അയ്യോ ഹിത്തവിടത്തേക്ക് ക്ഷമിക്കും മോനെ സേതു, ക്ഷമിക്കടാന്ന് പറഞ്ഞു. ഇനി ഒരിക്കൽ പോലും ഈ ഒരു ദയ എന്നിൽ നിന്ന് നീ പ്രതീക്ഷിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് സേതു പറയുമ്പോൾ ഇവരിരുന്ന് ചിരിക്കും. അപ്പോടാ എന്നും പറഞ്ഞുകൊണ്ട് കിട്ടിയതൊന്നും അവന് പോരാ. അങ്ങനെ അതും അവസാന താക്കീതും കൊടുത്തിട്ട് നമ്മുടെ സേതു പോയപ്പോൾ എന്തിനാടാ ഇങ്ങനെ കണ്ണി കണ്ടവന്മാരുടെ കുത്തുകൂടി ചാവാൻ നിൽക്കുന്നതെന്ന് അമ്മ വന്ന് ചോദിക്കുമോ മകനോട്. എൻ്റെ അമ്മ ലൈഫിന് ഇതിനൊക്കെയല്ലേ ഒരു ത്രില്ലുള്ളൂ, അല്ലാതെ ചുമ്മാ ജീവിച്ചിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് ഇന്ദ്രൻ അമ്മയോട് ചോദിക്കുമ്പോൾ വിശ്വൻ ഇതൊക്കെ കണ്ട് ദേഷ്യം വന്നിട്ട് പാടില്ല. എൻ്റെ അമ്മയെ അവൻ എന്ത് ചെയ്താലും എനിക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. പിന്നെ വലിയൊരു കുത്താണ് ഞാൻ അവനിട്ട് കുത്തിയിരിക്കുന്നത്. അതുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല അമ്മേ, നത്തിങ്, ഡോണ്ട് വറി, നിസാരം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്നീശ്വരാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ കിടന്ന് തലയ്ക്ക് കൈയടിച്ച് കരച്ചിലാണ് അമ്മ. ഇന്ദ്രനിങ്ങനെ ഭയങ്കര ഇതായിട്ടിരിക്കുക. ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ പല്ലവിയും സേതുവും കൂടെ നിന്ന് സംസാരിക്കാം. ഇന്ദ്രൻ ഒരു പാഠം പഠിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നായിട്ട് ഇയാൾ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പല്ലവി പറഞ്ഞു കേട്ടോ. ഇതിനൊരു അവസാനം വേണ്ടേ സേതു ഏട്ടാ എന്ന് ചോദിച്ചപ്പോൾ അവസാനിക്കും. നിയമപരമായി പല്ലവിയുടെ പുറത്തുള്ള ആ ഒരു അവകാശം കോടതി എടുത്ത് കഴിയുമ്പോൾ എല്ലാം അവസാനിക്കുമെന്ന് നമ്മുടെ സേതു പറയാം. അതുവരെ നമ്മളിതൊക്കെ സഹിക്കേണ്ടി വരുമെന്നുള്ള കാര്യവും പറഞ്ഞു. പോലീസിന് പരാതി കൊടുത്ത പാവം നമ്മുടെ സ്വാതിയുടെ ഭാവിക്കും അത് ദോഷം ചെയ്യുമെന്നും ഇവനെ പോലെയുള്ള നാറിമാരെയൊക്കെ നിയമം തന്നെ വെടിവെച്ച് കൊല്ലണമെന്നൊക്കെ നമ്മുടെ പല്ലവി പറയാം. എത്ര പേരുടെ ജീവിതം ഇവന്മാർ കാരണം നഷ്ടപ്പെട്ടു പോകുന്നതും നശിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പല്ലവി പറയുമ്പം ആ സ്ത്രീ വന്ന് കരഞ്ഞ് കാല് പിടിച്ചത് കൊണ്ടാ, ഇല്ലെങ്കിൽ അവന് പട്ടടയിലായേനെന്ന് സേതു പറയുവാണ്. അങ്ങനെ ചിന്തിക്കരുത് സേതുവേട്ട. വീടിനും നാടിനും ഒന്നും വേണ്ടാത്തവനാണ് ഇന്ദ്രൻ. സേതുവേട്ടൻ്റെ കൈകൊണ്ട് മരിച്ചാൽ നഷ്ടം സേതുവേട്ടന് മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ കളിച്ച് അവൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ തുടങ്ങി. എല്ലാം കണ്ട് സഹിച്ചു നിൽക്കണമെന്നാണ് പല്ലവി പറയുന്നതെന്ന് സേതു പല്ലവിയോട് ചോദിക്കുന്നു. ഒരു തെറ്റും ചെയ്ത് എൻ്റെ പെങ്ങന്മാരെ അവരെ നശിപ്പിക്കാൻ നോക്കി അവന്മാരെ ഒന്നും വെറുതെ വിടില്ല ഞാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന സേതുവിനോട് ഇപ്പോൾ കൊടുക്കേണ്ടത് ആവശ്യത്തിന് കൊടുത്തിട്ടില്ലേ, തൽക്കാലം അത് മതി എന്ന് പല്ലവി പറയണം. ഇനി അയാൾ എന്താ ചെയ്യാൻ പോകണമെന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് ആലോചിക്കാം ഇനി എന്താ അങ്ങോട്ട് ചെയ്യേണ്ടതെന്നും സേതുവേട്ടാന്ന് പറയുമ്പം ആ ഡിവോഴ്സ് കേസ് ഒന്ന് പെട്ടെന്ന് ആക്കെൻ്റെ പല്ലവി. എത്രയും പെട്ടെന്ന് അവനെ തൻ്റെ ലൈഫിൽ നിന്ന് പറിച്ചു മാറ്റാൻ പറ്റണം, എന്നാലേ സമാധാനം കിട്ടുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ കേസ് കോടതിയല്ലേ പോസ്റ്റ് ചെയ്യേണ്ടത്, വക്കീലിനെ വിളിക്കാമെന്നുള്ള കാര്യം പല്ലവി സേതുവിനോട് പറയണം. അപ്പം ഞാൻ പൊന്നുംപടത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സംഭവിച്ചത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായില്ലേ എന്ന് സേതു തിരിച്ചു ചോദിക്കുക. കറിവേപ്പില ആയിരിക്കുകയാണ് ഞാൻ, പക്ഷേ കറിയിൽ അതിൻ്റേതായ പ്രസക്തി ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് നല്ലതെന്ന് പറയുമ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് അന്നേ തന്നെ അറിയാമായിരുന്നു സേതുവേട്ടാ. ഇപ്പം അത് അമ്മയും തിരിച്ചറിയുന്നുണ്ടാവുമെന്നും നമുക്ക് നോക്കാം. അമ്മ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പല്ലവി ഇങ്ങനെ പറയുമ്പോൾ സേതുവിന് ഭയങ്കര ഒരു നിരാശയൊക്കെ പോലെ സേതു ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സേതുവിനെ പല്ലവി ആശ്വസിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരാളുണ്ട്, ഇന്ദ്രൻ്റെ അനിയൻ വിശ്വജിത്ത്. അവൻ സ്വന്തം ചേട്ടൻ കൊള്ളുന്നത് കണ്ടിട്ടും അനങ്ങിയില്ല അയാൾ. അതിൻ്റെ അർത്ഥം അയാൾക്ക് ഇന്ദ്രനെ ഇഷ്ടമല്ല എന്നുള്ളതല്ലേ എന്നിങ്ങനെ സേതു ചോദിക്കുമ്പോൾ അതെ, സ്വന്തം ചേട്ടനെ രക്ഷിക്കാൻ കൂട്ടുനിൽക്കാത്ത വിശ്വജിത്തിനെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ സകല സാധ്യതയും ഞാൻ കാണുന്നുണ്ടെന്ന് പല്ലവി പറയണം. അങ്ങനെ വന്നാൽ അത് വീണ്ടും പ്രശ്നമാകും. പാറുവും വിശ്വവും തമ്മിൽ കൂടുതൽ അടുക്കുമെന്നുള്ള കാര്യങ്ങളും പല്ലവി പറയുക.
അപ്പോഴേക്കും സേതുവിന് അതും വല്ലാത്തൊരു ധർമ്മസങ്കടമായി. ഇറക്കി വിടത്തൊന്നുമില്ല, മറിച്ച് മറ്റെന്തെങ്കിലും സംഭവിക്കുമെന്ന് വരെ ഉറപ്പാണ്. അതിനാണ് സാധ്യത കൂടുതലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ പറയുന്നു. പല്ലവി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വിശ്വൻ കടൽ തീരത്ത് ഇങ്ങനെ ആലോചനയായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ പാറു അങ്ങോട്ടേക്ക് വന്നു. പാറു അങ്ങോട്ടേക്ക് വന്നിട്ട് ഇതെന്താ താൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ചോദിച്ചു. അപ്പോൾ കുറേ ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനം ഞാൻ എടുത്തു. അത് പറയാനാ പാറുവിനോട് വരണമെന്ന് ഞാൻ പറഞ്ഞതെന്ന കാര്യം വിശ്വം പറയൂ കേട്ടോ. പാറു എന്തരം കേൾക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുക. എൻ്റെ ഏട്ടൻ്റെ പക തീരുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല പാറു. ഓരോ ദിവസം കൂടുന്തോറും അത് കൂടി വന്നുകൊണ്ടേ ഇരിക്കുക. ആദ്യം അത് ഏട്ടത്തിയുടെ നേർക്കും മാത്രമായിരുന്നെന്നും ഇപ്പോൾ അത് സേതുവേട്ടൻ്റെ നേർക്കും ആയി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു. ഇതിനൊരു അവസാനം വേണ്ട എന്ന് ചോദിച്ചു. ഡിവോഴ്സാണ് പരിഹാരം. എൻ്റെ ചേച്ചി ഇന്ദ്രൻ്റെ ഭാര്യ അല്ലാതായി മാറുന്നതോടെ എല്ലാം അവസാനിക്കുമെന്ന് പാറു ഇങ്ങനെ പറയുമ്പം എനിക്ക് തോന്നുന്നില്ല ഏട്ടൻ്റെ മനസ്സ് മാറുമെന്ന്. കുഴപ്പങ്ങളാണ് മുഴുവനും കാണുന്നത്. ഏട്ടൻ്റെ പക അതെങ്ങനെയൊക്കെ സഞ്ചരിക്കുമെന്ന് എനിക്കിപ്പോൾ പറയാനൊന്നും പറ്റുന്നില്ലെന്ന് പറയുമ്പം അതിനിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിശ്വാന്ന് ചോദിച്ചു. പറ്റും, നമുക്ക് പറ്റും, നമുക്കേ അതിന് പറ്റുള്ളൂ പാറു എന്ന് പറഞ്ഞു. അത് നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് വിശ്വൻ ഇങ്ങനെ പാറുവിനോട് ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പാറു ഞെട്ടിപ്പോയി. പാറുവിന് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നത് നമ്മൾ തമ്മിൽ പ്രേമത്തിലാണെന്നാണ്. നമുക്ക് മാത്രമേ അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള സത്യം അറിയുകയുള്ളൂ എന്ന കാര്യം വിശ്വൻ അന്നേരം പറഞ്ഞു. ഇതൊക്കെ കേട്ട് പാറു അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. ഞാൻ പാറുവിനെ കല്യാണം കഴിച്ചാൽ ഏട്ടൻ അതൊരു വല്ലാത്ത ഷോക്കായിരിക്കും. ആദ്യം അമ്മയ്ക്ക് കുറേ എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അമ്മയും നമ്മളെ അംഗീകരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടെ എൻ്റെ വീട്ടിൽ ഏട്ടൻ ഒറ്റപ്പെടും. അങ്ങനെ ഏട്ടനെ നമുക്ക് തിരിച്ചടി കൊടുക്കാനായിട്ട് പറ്റും എന്നിങ്ങനെ പറഞ്ഞു. ഏട്ടനെ നന്നാക്കുക അത് മാത്രമൊന്നും അല്ല എൻ്റെ ലക്ഷ്യം. മറിച്ച് ജീവിതത്തിൽ ഒരു കൂട്ട് വേണമെന്ന് തോന്നാൻ തുടങ്ങിയിട്ട് നാള് കുറച്ചായി എന്നൊക്കെ വിശ്വൻ ഇങ്ങനെ പാറുവിനോട് പറയും. പാറു ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക കേട്ടോ. മറുപടി പറയാനൊന്നും പാറുവിന് പറ്റുന്നില്ല. അങ്ങനെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി പാറുവിൻ്റെ മറുപടി നോയെന്നാണെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും പാറുവിൻ്റെ പിന്നാലെ വരില്ല, ഞാൻ ഇവിടുന്ന് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ പാറു പറയുവാണ് വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ എനിക്കിതിന് പ്രശ്നമില്ല എന്നുള്ള കാര്യം നമ്മുടെ പാറു പറയുക. കാരണം ഇനി വിശ്വൻ നല്ല കമ്പനിയാണ്, എനിക്ക് പറ്റിയ ആളാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് അച്ഛനും കൂടി പറയണമെന്നുള്ള കാര്യവും പറഞ്ഞു. അതുകൊണ്ട് വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നോക്കാനായിട്ട് പാറു ഇങ്ങനെ പറയാം. അതത്ര എളുപ്പമാണ് പാറു, ഒട്ടും എളുപ്പമായിട്ടുള്ള കാര്യമല്ല. വീട്ടുകാർ സമ്മതിക്കണം, എന്നാലേ ഞാൻ സമ്മതിക്കുമെന്ന് പാറു. വിശ്വൻ ആകെ ധർമ്മസങ്കടത്തിലായി. ഇങ്ങനെ പാറു അതും പറഞ്ഞു ഇവിടുന്ന് പോയി. വിശ്വൻ വലിയൊരു ടാസ്ക് ഏറ്റെടുത്ത് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സി അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ചു നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ.